ഇക്കാര്യത്തിൽ ഇന്നസെന്റ്. പക്ഷെ അംബിക ഇത് ആകെ വഷളാക്കും. ദൈവമേ, ഇതെങ്ങനെ പരിഹരിക്കും? ഇതിനൊരു സൊല്യൂഷൻ വേണമല്ലോ. ഇനി എന്ത് ചെയ്യും രാജു? അത് എന്നോടാണോ ചോദിക്കുന്നത്? എന്ത് ചെയ്യും രാജു എന്ന്? വലിയ ജീനിയസ് അല്ലേ? എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാനുള്ള ബുദ്ധി നിനക്കുണ്ട്. പിന്നെ എന്തിനാ ഈ പാവത്തിനോട് ചോദിക്കുന്നത്? എന്നെ വിട്ടേക്ക്. എന്താ രാജു ഇങ്ങനെ? എങ്ങനെ? സ്വയം വരുത്തി വെച്ചല്ലേ, അനുഭവിക്കാനാ പറഞ്ഞ. രാജു, നല്ല ഉദ്ദേശത്തോടെ അല്ലേ ഞാനത് ചെയ്തത്? എന്നിട്ട് ആ നല്ല ഉദ്ദേശം വല്ലതും നടപ്പായോ? പറ. എന്റെ അച്ഛനും അമ്മയും സ്ഥിരം പറയുന്ന ഒരു പഴമൊഴിയുണ്ട്, വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറിയെന്ന്. ഇതിപ്പോ അങ്ങനെയല്ലേ? അംബിക എന്നിട്ട് കുറ്റം പറയുന്നു. അവരെക്കാൾ ക്രൂരമായ പ്രവൃത്തിയല്ലേ വർമ്മ സാറിന്റെ മകള് ചെയ്തത്? സ്വന്തം അച്ഛനെ തന്നെ ചീറ്റ് ചെയ്യ. രാജു, അച്ഛനും അമ്മയും കൂടി ഒരുമിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടല്ലേ രാജു ഞാനിങ്ങനെ ചെയ്ത? ആഗ്രഹമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഈ ചെയ്തതിന്റെ ഒക്കെ ആഫ്റ്റർ എഫക്ട് എന്താ? ഈ പവിത്ര എന്നതൊരു ഭാവന മാത്രമാണെന്നും ഡയറിയിൽ നോക്കി വിളിച്ചുകൊണ്ടിരുന്നത് സ്വന്തം ഭാര്യയാണെന്നും സാർ അറിഞ്ഞാൽ എന്താ സംഭവിക്ക? ഇത്തരം ഒരു ചതിയുടെ പിന്നില് സ്വന്തം ഭാര്യയും മരുമകനും ആണെന്ന് അറിഞ്ഞാലോ? എന്താ ഭാര്യയും ഭർത്താവും തമ്മില് വഴക്കാ? പ്രതാപേട്ടൻ, ഞാൻ ആ പവിത്ര എന്ന് ഉറപ്പിച്ചതിന് ശേഷമുള്ള വിളിയാ. അയ്യോ, എന്തൊക്കെ ചോദിക്കും, ഞാൻ എന്തൊക്കെ പറയും? ഹലോ. അല്ല സിസ്റ്റർ, എന്താ തിരക്കിലാണോ? അയ്യോ അല്ല. പിന്നെന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ ഇത്ര താമസം? അത് ഫോൺ ചാർജിനിട്ടിരിക്കുവായിരുന്നു. എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമായി സിസ്റ്ററെ. ഞാൻ വിളിച്ചപ്പോ ഒന്നല്ല 2 പ്രാവശ്യം എന്റെ വീട്ടിലേക്ക് വന്നില്ലേ? കുട്ടികൾ വീട്ടിലേക്ക് കൊണ്ട് വിടുവായിരുന്നല്ലോ. പിന്നെന്താ വഴിക്ക് വെച്ച് ഇറങ്ങിപ്പോയത്? അത് ഇവിടെ വന്നപ്പോ സിസ്റ്റർ വളരെ വാചാലമായി സംസാരിച്ചല്ലോ. ഇപ്പോഴെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഒന്നുമില്ല സർ. വഴിക്ക് ഇറങ്ങിയത് എനിക്ക് ടൗണിൽ 1-2 ആവശ്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാ. എന്തായാലും ഒരു വലിയ കടപ്പാടിന്റെ പേരിൽ തന്നെയാണെങ്കിലും സിസ്റ്റർ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. സിസ്റ്റർ വലിയ അഭിമാനിയാണെന്നൊക്കെ എനിക്കറിയാം. അതൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ. പക്ഷേ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് എന്നോട് പറയണം. എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചേച്ചിയോട് പറഞ്ഞാൽ മതി. ഞങ്ങളുടെ ദേവി ഇത് അന്യരായി കാണരുത്. എന്തായാലും ഞാനും ചേച്ചിയും കൂടി അടുത്ത ദിവസം തന്നെ സിസ്റ്ററുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അയ്യോ വേണ്ട. വേണം, എതിരൊന്നും പറയരുത്. ഞങ്ങൾ വരും. ശരി, എന്നാ ഇപ്പൊ ഞാൻ ഫോൺ വയ്ക്കാം. അല്ല, ഈ ഹരീഷും ശ്രീലക്ഷ്മി തമ്മിൽ നല്ല ടേംസിലല്ലായിരുന്നു? അതിന് അവളും അവനും തമ്മിലാ പ്രശ്നമെന്ന് സാവിത്രി ആന്റി പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ രുക്മിണി പ്രശ്നക്കാരിയാണെന്ന് ആർക്കടി അറിയാൻ പാടില്ലാത്തത്? അവളെ നമുക്ക് എല്ലാവർക്കും എത്ര കാലമായിട്ടറിയാം. അതെ, അത് അവൾക്കും അറിയാലോ. എന്നിട്ടല്ലേ അവൾ അവരെ എടുത്ത് തലയിൽ വെച്ചത്. അനുഭവിക്കട്ടെ. കൂടപ്പിറപ്പുകളായ എന്നോടും രാജുവിനോടും പെരുമാറിയത് പൊയ്ക്കോട്ടെ. ഋതുമോളോടും വർമ്മ സാറിനോടും കാണിച്ചതും ക്ഷമിച്ചേക്കാം. പക്ഷെ പെറ്റ അമ്മയോട് അവള് കാണിച്ചത് നമുക്ക് പൊറുക്കാൻ പറ്റുന്നാണോ? അത് ശരിയാ പ്രിയ പറയുന്നത്. അതും ഈ പാവരാധമയോട്. എന്റെ അമ്മ തകർന്നു നിന്നത് കണ്ടത് ഞാനാ. അമ്മയെ പോലീസ് സ്റ്റേഷനിൽ വരെ അവള് കയറ്റിയില്ലേ? അവൾ ഒരു മകളാണോ? അമ്മ ആത്മഹത്യ ചെയ്യാൻ വരെ തയ്യാറായില്ലേ? രാജു അച്ഛനും കൂടെ കണ്ടില്ലായിരുന്നെങ്കിൽ എന്റെ അമ്മ ഇന്ന് ഉണ്ടാവുമായിരുന്നോ? നിങ്ങളൊക്കെ അവളോട് ക്ഷമിച്ചാലും ഞാൻ അവളോട് ക്ഷമിക്കില്ല. അവൾ അത്രയ്ക്ക് ദ്രോഹം അമ്മയോട് ചെയ്തത്.
ഇതെല്ലാം കഴിഞ്ഞ് ഈ വീടിന്റെ പിന്നിൽ വന്ന് ആ രുക്മിണി കൂടോത്രം ചെയ്തപ്പോ അതിനും അവൾ അവരെ സപ്പോർട്ട് ചെയ്തു. എന്റെ പ്രിയെ തകർത്ത് കളയുമെന്നും പറഞ്ഞുകൊണ്ട് അവളെ ഹരീഷിനെ കൂട്ടി വന്നില്ലേ? ഞാൻ എന്നാ ഇലക്ഷന്റെ മൂഡിൽ നടന്നോണ്ടാ. അല്ലെങ്കിൽ ഹരീഷിന്റെ പരിപ്പും പയറും ഇളക്കി വിട്ടേനെ. അവൾ എന്ത് ചെയ്താലും അവളെ എനിക്ക് മറക്കാനോ വെറുക്കാനോ പറ്റില്ല. അവളും എനിക്ക് നിന്നെപ്പോലെ മകളാ. ദാണ്ടെ ഇവിടെ നടന്ന നാശകോശങ്ങൾക്കെല്ലാം കാരണം അവളാണ്, ആ രുക്മിണി. അവളൊരു പൂതനയാണ്. ഞാൻ ചില ഐഡിയകൾ പറയാം. ദാണ്ടെ ഞാൻ ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചില ഐഡിയകൾ പറയുമ്പം പലർക്കും എന്നോട് പുച്ഛമാണ്, പുച്ഛം. ഞാൻ വലിഞ്ഞു കയറി താമസിക്കുന്നവളല്ലേ, വെറും ബന്ധുക്കാരിയല്ലേ, വിവരമില്ലാത്ത വേറൊരു കഴുതയല്ലേ എന്നൊക്കെ. പക്ഷേ ഈ രാധമ്മ എന്ന നിലവിളക്കിനെയും വേണു ആശാൻ എന്ന പാട്ടവിളക്കിനെയും ഒത്ത് ഞാൻ ചില കാര്യങ്ങൾ നിർദ്ദേശിക്കാം. അത് ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം. ദാണ്ട രുക്മിണി വീണ് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീർന്നു. രുക്മിണിയെ വീഴ്ത്താനുള്ള പണി ഞാൻ പറഞ്ഞുതരാം. പട്ടിക്കാട് പട്ടേരി എന്നൊരു ഉഗ്ര മന്ത്രവാദിയുണ്ട്. അങ്ങ് അരുവിക്കരയ്ക്കടുത്ത 2 കരിങ്കോഴിയിലും 2 കരിമ്പൂച്ചയിലും 1 മൂങ്ങയിലും